ചരിത്രത്തിൽ പഴകിദ്രവിച്ച ഒരു മനയിലേക്ക് മഹാമാന്ത്രികനായ കൊടുമൺ പോറ്റിയുടെയും അഥർവ വേദാചാര്യനായ ചുടലൻ പോറ്റിയുടെയും താന്ത്രിക രഹസ്യങ്ങളിലേക്ക് അരസികനായ കാലത്തിനൊപ്പം രസികനായ ചാത്തനൊരുക്കുന്ന അധികാരത്തിന്റെ രൂപമാറ്റങ്ങളിലേക്ക് ഭ്രാന്തമായൊരു ഭ്രമയുഗത്തിലേക്ക് പ്രേക്ഷകരെ ശ്വാസമടക്കി പിടിച്ചിരുത്തിയ സംവിധായകനാണ് രാഹുൽ സദാശിവൻ. ഒരമ്മയും മകനും വീടിനുള്ളിൽ മനസ്സിനുള്ളിൽ അനുഭവിക്കുന്ന വിങ്ങലിനെ ഭയമായും സഹാനുഭൂതിയായും വേണ്ടും വിധം അണിയിച്ചൊരുക്കുന്ന ക്രാഫ്റ്റ്മാൻ. മിഡ്സോമറും ഹെറിഡിറ്റിയും തുമ്പാടും പോലെയുള്ള ചിത്രങ്ങൾ കണ്ട് ഭയത്തിന്റെ പിരിമുറുക്കം അനുഭവിച്ച് അന്താളിച്ചു നിന്ന മലയാളി സിനിഫൈൽസിലേക്ക് മലയാള മണ്ണിൽ കാലൂന്നിയ ഒരു ഭൂതകാലവും ഭ്രമയുഗവും എത്തിയത് അത്ഭുത സമ്മാനമായാണ്. പാറ്റേണുകളിൽ വൈവിധ്യം പരീക്ഷിക്കാൻ വിമുഖത കാണിച്ചിരുന്ന ഹൊറർ യോണറിൽ ആ സംവിധായകൻ പണിതെടുത്ത ഒരു മൊണോപ്പൊളിയുണ്ട്. ക്രേസി തോട്ടുകൾ കൊണ്ട് വിഷ്വൽ ഗ്രാമറിന്റെ പരിധികൾ ലംഘിക്കുന്ന പുതു സമവാക്യങ്ങളുണ്ട്. പതിയെ യുക്തിക്കുമേൽ ഭയം പൊതിഞ്ഞുവെച്ച സിനിമയിലേക്ക് കാഴ്ചക്കാരെ കുരുക്കിയിട്ട് അത് അനുഭവിപ്പിക്കുന്ന തന്ത്രങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയുടെ ആര്യസ്റ്ററായി രാഹുൽ സദാശിവൻ എന്ന പേര് പരിണമിക്കുന്നതും. യോണർ കൈവിടാതെ തന്നെയാണ് രാഹുൽ വീണ്ടും എത്തുന്നത്. പ്രണവ് മോഹൻലാലിന്റെ DS ഇറേ, ദ ഡെത്ത് ഓഫ് വ്രാത്ത്. ദൈവം മരിച്ചവർക്കായി അന്തിമ വിധി നിർണയിക്കുന്നു. സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അവരെ അയക്കുന്നു എന്നർത്ഥമാക്കുന്ന മരിച്ചവർക്ക് വേണ്ടിയുള്ള ലാറ്റിൻ ഗീതമാണ് DS ഇറേ.